കൂട്ടുകാരെ നോക്കാൻ നമ്മുടെ ഇന്നത്തെ വാക്കുകളിലേക്ക് കിടക്കാം. പാഷനും കമ്പാഷനും. പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോടുള്ള അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ അമിതമായ ഇഷ്ടം. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമുക്കിപ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനാണ് നമ്മൾ കമ്പാഷൻ എന്ന് പറയുന്നത്. മീനിങ് നോക്കുക, സംതിങ് ദാറ്റ് ഇസ് ഡിസൈഡ് ഇൻറ്റൻസ്ലി എ സ്ട്രോങ് ഫീലിംഗ് ഓർ ഇമോഷൻ. അതായത് നമുക്ക് അമിതമായി ഇഷ്ടമുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, അതിനുള്ള പാഷൻ എന്ന് വിളിക്കും. പിന്നെ സ്ട്രോങ് ഫീലിംഗ് ഓർ ഇമോഷൻ, അതായത് നമുക്ക് അതിനോട് ഭയങ്കരമായ വികാരം. ഇനി കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സഫറിങ് ഓഫ് അതേഴ്സ് ആൻഡ് വാണ്ടിങ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ സഫറിങ്ങോ അതുപോലെ അവരുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. പിന്നെ അതുമാത്രമല്ല, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ നമുക്കുണ്ടാവണം. അതിനാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഏണും ഡിസേണും. ഏൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേടുക, അതുപോലെ പൈസ ഏൺ ചെയ്യുക. ഏൺ റെസ്പെക്റ്റ് ഏൺ ചെയ്യുക, അതൊക്കെയാണ് ഏണിൻ്റെ മീനിങ്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നൊക്കെ അർത്ഥം. നോക്കുക, പെർസീവ്, റെക്കഗ്നൈസ് ഓർ അണ്ടർസ്റ്റാൻഡ്, ഇതെല്ലാം സെയിം മീനിങ് ആണ്. പെർസീവ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കാണുക, മനസ്സിലാക്കുക. റെക്കഗ്നൈസ് പറഞ്ഞാൽ തിരിച്ചറിയുക. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. സി ഓർ ഹിയർ ഡിഫറൻസസ്, സംഭവങ്ങൾ കാണുക, അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ പർട്ടിക്കുലർ പാർട്ട് ഓർ പാർട്സ് ഓഫ് എ ഹോൾ, അതായത് ഭാഗങ്ങളായിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിറ്റക്റ്റ് വിത്ത് ഡിഫിക്കൽറ്റി, അതായത് ബുദ്ധിമുട്ടോടെ കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുക. അടുത്തത് ട്രാവലും ട്രാവലും. ട്രാവൽ എന്ന് നമുക്ക് എന്താ പറയുക, യാത്ര ചെയ്യുക. ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു എക്സ്പീരിയൻസ്. നോക്കുക, ഹാർഡ് വർക്ക്. കൺക്ലൂഡിങ് സ്റ്റേറ്റ് ഓഫ് പ്രഗ്നൻസി ഫ്രം ദ ഓൺസെറ്റ് ഓഫ് കോൺട്രാക്ഷൻസ് ടു ദ ബർത്ത് ഓഫ് എ ചൈൽഡ്, അതായത് ഡെലിവറിയുടെ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഇപ്പോൾ കോൺട്രാക്ഷൻസ് തുടങ്ങുന്ന തൊട്ട് ഡെലിവറി കഴിയുന്നത് വരെയുള്ള ആ ഒരു സമയം, ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വർക്ക് ഹാർഡ്, ഇതൊക്കെയാണ് ട്രാവലിൻ്റെ അർത്ഥം. അടുത്ത് ക്രൈയും ഡിസ്ക്രൈയും. ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക, ഡിസ്ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസീവ് ചെയ്യുക, അതാണ് അർത്ഥം. നോക്കി, ക്യാച്ച് സൈറ്റ് ഓഫ് ടു പെർസീവ് വിത്ത് ഐസ്, അതായത് സംഭവം നമ്മൾ കാണുക, അത് കണ്ണുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് ഡീലും ഓർഡീലും. ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപാട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് നമ്മൾ അതിൽ ഇടപെടുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണ് ഡീലിൻ്റെ അർത്ഥം. ഓർഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അതാണ് അതിൻ്റെ അർത്ഥം. നോക്കുക, എ സിവിയർ ഓർ ട്രൈയിങ് എക്സ്പീരിയൻസ്, അതായത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഓർഡീലിൻ്റെ അർത്ഥം. അടുത്തത് ഇനി നരകയാതന എന്നൊക്കെ പറയാം. ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ്. ഹേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിടുക്കത്തിൽ പോവുക. ഈ ഹേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഷ്ടിക്കുക, പൈസയൊക്കെ മോഷ്ടിക്കുക, അതാണ് അർത്ഥം. നോക്കുക, ഹേസ്റ്റ് എന്ന് പറയുന്നത് ആക്ട് ഓഫ് മൂവിങ് ഹറിയഡ്ലി ആൻഡ് ഇൻ എ കെയർലെസ് മാനർ, അതായത് ഭയങ്കര തിടുക്കത്തിൽ പോകുമ്പോൾ കെയർലെസ് ആയിരിക്കും. ദ ആക്ട് ഓഫ് സ്റ്റീലിങ്, മോഷ്ടിക്കുക. അടുത്ത് പോപ്പുലറും പോപ്പുലസും. പോപ്പുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അറിയാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, അതാണ് പോപ്പുലറിൻ്റെ അർത്ഥം. പോപ്പുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ജനസംഖ്യ കൂടുതലുള്ള, അതാണ് പോപ്പുലസിൻ്റെ അർത്ഥം. നോക്കുക, ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഇൻവെസ്റ്റിഗേറ്റും ഇൻസ്റ്റിഗേറ്റും. ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക, ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് കേട്ടിട്ടില്ലേ, അതായത് അന്വേഷണം. ഇൻസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ഇളക്കി വിടുക, ഇതൊക്കെയാണ് ഇൻസ്റ്റിഗേറ്റിൻ്റെ അർത്ഥം. നോക്കി, പ്രൊവോക്ക് സ്റ്റിറപ്പ്. പ്രൊവോക്ക് എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുക, സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ ഇളക്കി വിടുക, അതാണ് അർത്ഥം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുക, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ ഈ അതും ചോദിച്ചും പറഞ്ഞു അങ്ങോട്ടും പറഞ്ഞ് ഏഷണിയൊക്കെ പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അതാണ് എൻ്റെ അർത്ഥം. അടുത്തത് സർമൈസും സമ്മറൈസും. ഈ സമ്മറൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് എന്തെങ്കിലും ഒരു സംഭവം ചുരുക്കി പറയാം, അതായത് ഇപ്പോൾ ഒരു സംഭവം നടന്നു, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രമായിട്ട് പറഞ്ഞ് അത് ചുരുക്കി പറയാം, അതാണ് സമ്മറൈസിൻ്റെ അർത്ഥം. സർമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഊഹിച്ചെടുക്കുക, അതാണ് സർമൈസിൻ്റെ അർത്ഥം. നോക്കുക, എ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രസൻസ് ദ മെയിൻ പോയിൻറ്റ്സ് ഇൻ എ കൺസൈസ് ഫോം, അതായത് ഒരു ചുരുങ്ങിയ ഒരു വിവരണം, അതിൽ നമ്മുടെ മെയിൻ സംഭവത്തിൻ്റെ പ്രധാന പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സർമൈസ് പറഞ്ഞ് ഇൻഫർ ഫ്രം ഇൻകംപ്ലീറ്റ് എവിഡൻസ്, അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എവിഡൻസിൽ നിന്നും കാര്യങ്ങൾ ഊഹിച്ചെടുക്കുക, അതാണ് സർമൈസിൻ്റെ അർത്ഥം. അടുത്തത് റീറ്റെയിനും ഡീറ്റെയിനും. റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക അല്ലെങ്കിൽ ബാക്കി വയ്ക്കുക എന്നൊക്കെ അർത്ഥം. ഡീറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞു വയ്ക്കുക. എൻക്വയറി ഇൻക്വസ്റ്റ്. എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക, അതായത് നമ്മളൊരു ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കത്തില്ലേ, അത് എൻക്വയറി. ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം എന്ന് അർത്ഥമുണ്ട്, പിന്നെ പരിശോധന എന്നൊക്കെ അർത്ഥമാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇൻക്വയറി എന്നുള്ള വേർഡ് ഉപയോഗിക്കാറ്. പിന്നെ ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോലീസ് ഇൻക്വസ്റ്റ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ പോയി പോലീസ് അന്വേഷിക്കും, അതിനാണ് നമ്മൾ ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.